പ്രശ്നമാണ്. എന്നാൽ അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അപമാനിതമാണ് UDFന്റെ നില. അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് വിയർത്തു നിൽക്കുന്ന പ്രമുഖ നേതാക്കളും വഷളായ മുന്നണി ബന്ധവും. കാർത്തികേയന്റെ പേരിലുള്ള സഹതാപ തരംഗം മാത്രമാണ് UDFന് അരുവിക്കരയിൽ തുണ. ആ തരംഗം വിലപ്പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. UDF ക്യാഷ് ചെയ്യാൻ പോകുന്ന ഈ സഹതാപം തന്നെയാണ് ഉറപ്പാണ്. കാര്യം ശബരിനാഥിന്റെ പോസ്റ്ററുകൾ ശബരി സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പോലെ തന്നെ കാർത്തികേയന്റെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോ സ്ഥാനാർത്ഥിയുടെ എന്താ വൈകിയാണല്ലോ വരവ്. ഓ ഒന്നും പറയണ്ട, ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ. ആ സമയത്ത് ഒരു ആക്സിഡന്റ് കേസ്. ഒരു മലയാളി ഫാമിലിയാ, കാര്യമായ പരിക്കൊന്നുമില്ല. അവരുടെ കുട്ടിക്ക് കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ കിട്ടാനുമില്ല. ആ ഏതാണ്ട് ഇവന്റെ അനിയത്തിയുടെ പ്രായം വരും. ആ അത് പറഞ്ഞപ്പോഴത്തെ FB-യിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് ഷെയർ ചെയ്തേ. നിനക്കൊരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളല്ലേ. അതിന് ഇതെന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ. ശരിക്കും? ആ അതെ തന്നെ. എന്നാ നീ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വാ, റെഡിയോ? ഞാനൊന്നുമില്ല, ഞാനാണെങ്കിൽ ഇന്നൽപ്പം റൊമാൻറ്റിക് മൂഡില്ല. നീ പോയേ പ്ലീസ്. എടാ നിനക്കിതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല, ഗുണമേ ഉള്ളൂ. എന്റെ പ്രതിഭട്ട ഒന്ന് പറഞ്ഞു. എന്നാ ഒന്ന് ചെല്ലുജോ, അവൻ ഇത്രയും പറഞ്ഞതല്ലേ. എന്റെ പൊന്നേട്ടാ, എന്നെ ഒന്ന് വിട്ടേക്ക്, കുറച്ചു നേരം സ്വസ്ഥമായിരുന്നോട്ടെ. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, ആരെങ്കിലും വിളിക്കാതിരിക്കില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവനെയൊക്കെ പറഞ്ഞിട്ടെന്താ, ഒരു ആക്സിഡന്റ് കണ്ടാൽ സഹായിക്കാൻ നിൽക്കാതെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നതല്ലേ ന്യൂ ജനറേഷൻ. നീ നിന്റെ കാര്യം നോക്ക്. എടാ നിനക്കിത് മനസ്സിലാവും, ഇപ്പോഴല്ല, ഒരു അനുഭവം വരുമ്പോ. UDFനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്ന അപമാന തരംഗത്തോളം തന്നെ പ്രബലമാണ് ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ പാളയത്തിൽ പട. CMPയും JSSഉം കേരള കോൺഗ്രസ് ബിയും മുന്നണി വിട്ടു. RSPയും ജനതാദൾ യുണൈറ്റഡും പടിയിറങ്ങുന്നുവെന്ന് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം തിരിഞ്ഞുകുത്തിയാൽ ലീഗും കേരള അങ്ങനായാൽ ബുക്കിംഗ് ഏജന്റ് വിക്രമൻ പിള്ള കയ്യും കെട്ടി ഈ ഓഫീസിൽ ഇരുന്നാ മതി, വിളി ഇങ്ങോട്ട് വരും. ഓക്കെ ജോ, ഞാൻ കിടക്കാൻ പോവാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ് പാപ്പ, എന്താ ഈ സമയത്ത്? എന്നിട്ട് അതെ, അതുകൊണ്ട് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ച് ഫ്രണ്ട്സൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഒരാളെ കിട്ടുകയും ചെയ്യും. പക്ഷെ
ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ പപ്പ. എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാന്ന് പറയൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ആളുടെ നമ്പർ എനിക്ക് തരൂ, ഞാൻ വിളിച്ചു നോക്കാം. ശരി പപ്പ. ശരി. മാത്യു, എടാ മാത്യു, എടാ മാത്യു, എഴുന്നേക്ക് മാത്യു. എന്താണ്? നീ വേഗം റെഡിയായേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് ആ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കണം. നിനക്കെന്ത് പറ്റി? ഒരു മനമാറ്റം. അതൊക്കെ പറയാം, നീ വേഗം റെഡിയാവ്. കൈ വിട്, വേറെടാ. വാ. നീ വിട്ടിരിക്കും. ഡോക്ടർ ഇതാണ് ആള്. ശരി, വരൂ നോക്കാം. ജോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. മാത്യു, ഇയാൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ആ ശരി. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. ഓക്കെ? ശരി ഡോക്ടർ. എന്തായി പാപ്പ? അതെയോ? ശരി പാപ്പ.
അത് കുടിക്കുക. മാത്യു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ കഴിയുമോ? അത് ആ കുട്ടി ICUവിലാണ്. പുറത്തുനിന്ന് വേണമെങ്കിൽ കാണാം. മതി, എനിക്കൊന്ന് കാണണം. എന്നാൽ ശരി, വാ. മാത്യു, എൻ്റെ പെങ്ങള്. നിന്റെ പെങ്ങളോ? നിനക്ക് എന്താടാ പറ്റിയേ? നീ വന്നേ, വാ.